സൈഡ് ഉണ്ട്. ഒപ്പരോ അയ്യോ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്കില്ല് അറൗണ്ട് ദ വേൾഡ്. അറൗണ്ട് ദ വേൾഡ് അത് ജസ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് A to Z കാര്യങ്ങൾ ഉമർ പറഞ്ഞുതരും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ളാണെങ്കിൽ ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാം. ഫസ്റ്റിൽ എന്താണ് ചെയ്യേണ്ടത് ഉമറെ? ഫസ്റ്റിൽ ഒരു അറൗണ്ട് ദ വേൾഡ് തുടങ്ങാൻ ഒരാൾ ഫ്രീ സ്റ്റൈൽ തുടങ്ങാന്നുണ്ടെങ്കിൽ ജഗ്ലിംഗ് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ. പിന്നെ അറൗണ്ട് ദ വേൾഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇതാ ഈ ഒരു സംഭവം പിടിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് അത്. ഈ ബോൾ പിച്ച് സെക്കൻഡ് സ്റ്റെപ്പ് ഈ പിച്ച് ചെയ്യുക, ക്യാച്ച് ചെയ്യാം. ഓക്കെ. പിന്നെ തേർഡ് സ്റ്റെപ്പ് ആണ് ഈ ഒരു റൊട്ടേഷൻ. കണ്ടോ റൊട്ടേഷൻ ബോളിന്റെ അടിഭാഗത്ത് കണ്ടോ ഈ റൊട്ടേഷൻ കൊടുക്കുക. മനസ്സിലായാലേ? കറക്റ്റ് ആയിട്ട് കാണിച്ചാ കണ്ടോ ആ റൊട്ടേഷനിൽ വരണം. അപ്പോൾ ഉമറെ ഇത് ഫസ്റ്റ് ആയിട്ട് പഠിക്കാൻ എന്താണ് കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം? പഠിക്കാണെങ്കിൽ നമ്മൾ എപ്പോഴും മൈൻഡ് സെറ്റാണ് പഠിക്കണം എന്നുള്ളത് വാശി. ഒരു മിനിമം ഒരു 10 മിനിറ്റ് പഠിച്ചു തീർക്കാന്നുള്ള സംഭവം അല്ലത്. ചിലപ്പോൾ ഒരു പക്ഷേ ചിലർക്ക് പെട്ടെന്ന് പഠിക്കാം, ചിലർക്ക് പെട്ടെന്ന് പഠിക്കാനായില്ല, അങ്ങനെയൊക്കെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അത് പഠിക്കാം. പ്രാക്ടീസിന് നല്ല ടൈം കൊടുക്കണം. നല്ല ടൈം കൊടുത്ത് ക്ഷമ വേണം. കുറേ കുളവും കുറേ പിന്നെയും എടുത്ത് പഠിക്കണം. അങ്ങനെ പിന്നെയും ട്രൈ ചെയ്യാം. എന്നിട്ട് ഇതിപ്പോൾ അറൗണ്ട് ദ വേൾഡ് ഈ സൈഡൊക്കെ എടുത്തെങ്കിൽ ഞാൻ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട് കേട്ടോ. ഓപ്പോസിറ്റ് അതെങ്ങനെ? അത് ഈ സെയിം പോലാണോ ഫോർമാറ്റ് ചെയ്യാം? ഓക്കെ. ഇനി അതിൻ്റെ തന്നെ അറൗണ്ട് ദ ഓപ്പോസിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ അതിന് 2 സൈഡ് ഉണ്ട്. ഒപ്പരോ അയ്യോ അത് ഈ പറഞ്ഞ പോലെ ലെഗിൽ വരുമ്പോൾ ഈ 2 സൈഡിൽ ചെത്തി കൊടുക്കാണോ? അതെ, ചെത്തി കൊടുക്കുക. അതേപോലെ നമ്മൾ ഈ ജമ്പിങ് വരണം. ഇത് ലെഫ്റ്റ് ഫുട്ടിൽ അപ്പം നമ്മൾ കണ്ടോ ഓക്കെ ആ ഒരു ആക്ഷനിൽ വരണം. ജമ്പിങ് എപ്പോഴും കറക്റ്റ് ചെറിയൊരു ജമ്പിങ് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള ട്യൂട്ടോറിയൽ വീഡിയോക്ക് താഴെ കമൻറ്റിൽ യെസ് എന്ന് കമൻ്റ് ആക്കി. എന്നാൽ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെയും വരും.